السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعد وعلى آله وأصحابه أجمعين وبعد. പ്രിയ ശ്രോതാക്കളെ, മക്കൾ വലിയ അനുഗ്രഹവും അതോടൊപ്പം പരീക്ഷണവുമാണ്. മക്കൾ നന്നാവണം എന്നാഗ്രഹിക്കാത്ത ആരുമില്ല. മക്കളുടെ കാര്യത്തിൽ സന്തോഷിക്കുന്നവരും അതുപോലെ തന്നെ മക്കളുടെ കാര്യത്തിൽ വിഷമിക്കുന്നവരെയും കാണാം. മക്കൾ നന്നാവാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാലോചിക്കുക. മക്കളിൽ നന്മയുണ്ടാകാൻ, അവർ നല്ലവരായി മാറാൻ ആത്മാർത്ഥമായി മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിൽ ഒന്നാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക എന്നത്. പ്രാർത്ഥന നിർവഹിക്കുന്നതോടൊപ്പം ചില പ്രവർത്തനങ്ങളും നമുക്ക് നിർവഹിക്കാനുണ്ട്. പ്രധാനപ്പെട്ട ചിലത് സൂചിപ്പിക്കുകയാണ്. രക്ഷിതാവാകുക നാം. ഭൗതിക ജീവിതത്തിൽ അവർക്ക് ഒരു പ്രയാസവും വരുന്നത് നമുക്ക് താങ്ങാൻ കഴിയില്ല. അവർക്ക് വേണ്ട എല്ലാം നാം നിർവഹിച്ചു നൽകുകയും ചെയ്യുന്നു. എന്നാൽ പരലോക കാര്യത്തിലും നാം രക്ഷിതാവാകണം. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കുക. തന്റെ ശരീരവും കുടുംബവും നരകം സ്പർശിക്കരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവരാണോ നാം എന്നാലോചിക്കുക. മക്കളുടെ കൂട്ടുകെട്ട് ആരോടാണെന്ന് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരാൾ തന്റെ കൂട്ടുകാരന്റെ ദീനിലാണ്. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കട്ടെ, താൻ ആരോടാണ് കൂട്ടുകൂടിയിട്ടുള്ളത് എന്ന്. 5 നേരം സമയനിഷ്ഠ പാലിച്ചു തന്നെ നമസ്കരിക്കുന്നവരാണ് മക്കൾ എന്ന് ഉറപ്പുവരുത്തുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ കാണും, റബ്ബി ജഅൽനി മുഖീമസ്വലാത്തി വമിൻ ദുർരിയത്തി. റബ്ബേ, എന്നെയും എന്റെ മക്കളെയും നമസ്കാരം നിലനിർത്തുന്നവരാക്കേണമേ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു കൽപ്പിച്ചു, വ ഉമുർ അഹ്ലക ബിസ്വലാത്തി വസ്തബിർ അലൈഹ. നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിക്കുകയും അതിൽ ക്ഷമാപൂർവം ഉറച്ചു നിൽക്കുകയും ചെയ്യുക. മക്കൾക്ക് 7 വയസ്സായാൽ നമസ്കാരം കൽപ്പിക്കുകയും 10 വയസ്സായിട്ടും നമസ്കരിക്കുന്നില്ലെങ്കിൽ അവരെ അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി അടിക്കണം എന്നുപോലും രക്ഷിതാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും നമ്മിലും മക്കളിലും ഉറപ്പുവരുത്തുക. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ, ദിക്റുകൾ പതിവാക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ഒന്നിച്ചിരുന്നു തന്നെ ഭക്ഷണം കഴിക്കുന്ന ശീലം വളർത്തുക. വീടുകളിൽ പ്രവേശിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും സലാം പറയുന്ന ശീലം ഉണ്ടാക്കുക. ഐഹിക കാര്യങ്ങൾ ചർച്ച ചെയ്യാറുള്ളതുപോലെ വീടുകളിൽ പാരത്രിക കാര്യങ്ങളും ചർച്ച ചെയ്യുന്നവരായി മാറുക. ഇങ്ങനെ ദീനീ ചുറ്റുപാട് നിലനിർത്തിയാൽ ഒരു പരിധിവരെ നമ്മുടെ മക്കളെ നന്മയുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലാഹു നമ്മെയും മക്കളെയും ദീനീ ജീവിതം നയിക്കാൻ സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.